ഫ്രണ്ട്സ്, ഷീജ സ്റ്റേഷൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ടേസ്റ്റി ആൻഡ് ഹെൽത്തി നൂഡിൽസ് ആണ്. വളരെ ഈസി ആയിട്ട് എങ്ങനെയാണ് ഹെൽത്തി നൂഡിൽസ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നൂഡിൽസ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാനൊരു പാത്രത്തിൽ ഏകദേശം 1 ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങുന്ന സമയത്ത് നമുക്ക് നൂഡിൽസ് അതിലിട്ട് കൊടുക്കണം. ഞാൻ ഇതേപോലെ ഒരു പാക്കറ്റ് നൂഡിൽസാണ് എടുത്തിരിക്കുന്നത്. മാഗിയുടെ ചിക്കൻ നൂഡിൽസാണ്. ഞാൻ നൂഡിൽസ് പൊട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഒരു പാക്കറ്റുണ്ട്, അതിൻ്റെ മസാലയാണ്. അത് നമുക്കിനി മാറ്റണം. ഒരു പ്ലേറ്റിലോട്ട് തട്ടിയിടാം. ഇതുപോലെ 2 കട്ടയാണ് നമുക്കുള്ളത്. ഇത് നമുക്ക് വെള്ളം ചൂടാകുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കണം. അത് ഇട്ട് കൊടുക്കുന്നത് ഇത് ഇങ്ങനെ തന്നെ ഇട്ട് കൊടുക്കരുത്. ഇത് 4 ഭാഗമായിട്ട് ഒടിച്ച് വേണം ഇട്ട് കൊടുക്കാൻ. ഇട്ട് കൊടുത്ത ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതൊന്ന് അടച്ച് വയ്ക്കുക. ഇതൊന്ന് തിളക്കട്ടെ. നന്നായി തിളച്ച ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് ഊറ്റിയെടുക്കണം. അത് തിളക്കുന്ന സമയത്ത് ഒരു ക്യാരറ്റും ഒരു മീഡിയം സവോളയും 2 അല്ലി വെളുത്തുള്ളിയും കൂടെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വെക്കണം. അത് തിളച്ചിട്ടുണ്ട്. ഉള്ളങ്ങ് വേവരുത്. 3/4 ഭാഗം വേവേ ഇതിനകത്താകാവും. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കുറച്ച് പച്ചവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ച് ഇതിനുള്ളിൽ ആ കൊഴുപ്പൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം. ഇനി ഇത് സ്ട്രെയിൻ ചെയ്തെടുക്കണം. ഇത് ഞാൻ സ്ട്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു ചീനച്ചട്ടി സ്റ്റൗവിൽ വെച്ച് അത് ചൂടാകുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഏകദേശം 1 സ്പൂൺ എണ്ണ മതി. അതൊന്ന് ചൂടാകുമ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ക്യാരറ്റ്, സവോള, വെളുത്തുള്ളി ഇത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കാം. ക്യാരറ്റ് ചെറുതായി അരിഞ്ഞെടുത്താൽ മതി. ഇല്ലെങ്കിൽ നമ്മുടെ ഗ്രേറ്ററിൽ വെച്ചിട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്താലും മതി. ഞാൻ ഉണ്ടാക്കിയെടുക്കുന്ന നൂഡിൽസ് വെച്ചിട്ട് പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് അതെങ്ങനെയാണ് ചെയ്യുന്നത്. അവരുടെ എല്ലാം റിക്വസ്റ്റ് പ്രകാരമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇത് കണ്ടിട്ട് നിങ്ങളെല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം. ഇതുപോലെ ചെയ്യാൻ പലർക്കും അറിയാമായിരിക്കും, എന്നാലും അറിയാത്തവരുണ്ട്. അറിയാത്തവർ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം. ഇതിപ്പം മതി, ഇത്രയും വഴണ്ടി കിട്ടിയാൽ മതി. ആ പച്ചമണമെല്ലാം ഒന്ന് മാറിക്കിട്ടണം. ക്യാരറ്റിൻ്റെയും സവോളയുടെയും വെളുത്തുള്ളിയുടെയും പിന്നെ നമുക്ക് എന്ത് വെജിറ്റബിൾ വേണമെങ്കിലും ഇത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ കനം കുറച്ചിട്ട് അരിയണം. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് ഒരു മുട്ടയാണ്. ഒരു മുട്ട ചേർത്ത് കൊടുക്കാം. മുട്ട ചേർത്തിട്ട് ഫ്ലെയിം ഒന്ന് ലോ ആക്കി കൊടുക്കണം. ഇതൊന്ന് ഡ്രൈ ആയതിനു ശേഷം നമ്മൾ ആ നൂഡിൽസ് പാക്കറ്റിൽ നിന്ന് മാറ്റി വെച്ച മസാലയാണ്. ഈ മസാല പൊട്ടിച്ചതിൽ ചേർത്ത് കൊടുക്കണം. ഓരോരോ കവറായിട്ട് പൊട്ടിച്ച് ചേർത്ത് കൊടുക്കാം. രണ്ട് പാക്കറ്റ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കി ഒന്ന് മിക്സാക്കി എടുക്കണം. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സായി കഴിയുമ്പോൾ നമ്മൾ വേവിച്ച് ഊറ്റി വെച്ചിരിക്കുന്ന നൂഡിൽസ് ഇതിലേക്ക് ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. ഇതിങ്ങനെ ഒരു കട്ടയായിട്ടാണ് വീഴുന്നത്. നമ്മൾ ഡ്രെയിൻ ചെയ്ത് വെച്ചിരുന്ന ആ സ്ട്രെയിനറിൻ്റെ അതേ ഷേപ്പിൽ തന്നെ ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഉടച്ച് ഒരുപാട് വെന്ത് പോകരുത്. നമ്മൾ നൂഡിൽസ് വേവിക്കുമ്പോൾ ഒരുപാടങ്ങ് വേവിക്കരുത്. വെന്ത് പോയി കഴിഞ്ഞാൽ പിന്നെ കുഴഞ്ഞു പോകും. 75% മാത്രമേ നമ്മൾ വേവിച്ചെടുക്കാവൂ. എന്നാൽ മാത്രമേ ഇതേ പാകത്തിന് കിട്ടത്തുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ ഇതേപോലെ തട്ടിയിടുമ്പോൾ എല്ലാം കൂടെ കുഴഞ്ഞിട്ട് ഒരു വല്ലാത്തൊരു പാര് പോയി പോകും. ഇതിൽ പ്രത്യേകിച്ച് ഉപ്പൊന്നും ചേർക്കണ്ട.
നമ്മൾ ചേർത്ത മസാലയിൽ ഉപ്പും എല്ലാം ഉണ്ട്, എല്ലാ ആവശ്യത്തിന് അത് കിട്ടും, പാകത്തിനുള്ളതെല്ലാം അതിലുണ്ട്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ചീനച്ചട്ടി എടുത്തിട്ട് ഇങ്ങനെ ഒന്നാക്കിയാൽ മതി. അപ്പോൾ എല്ലായിടും നന്നായിട്ട് മിക്സായി കിട്ടും. നമ്മൾ തവി വെച്ച് ഇളക്കുന്നതിനേക്കാളും കൂടുതൽ മിക്സ് ആവുന്നത് ഇങ്ങനെ ചെയ്യുന്ന സമയത്താണ്. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആൻഡ് ഹെൽത്തി നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇത് സർവിംഗ് ഡിഷിലേക്ക് മാറ്റാം. നല്ല ഹെൽത്തി ആയിട്ടുള്ള നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും തയ്യാറാക്കി നോക്കണം. എല്ലാവർക്കും അറിയാമായിരിക്കും നൂഡിൽസ് ഉണ്ടാക്കുന്നത്, എന്നാലും അറിയാത്തവർ കാണും. അവരിതുപോലെ ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാൻ, ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ചെയ്യാനും മറക്കരുത്. ഇനി അടുത്ത വീഡിയോയിൽ ഒരു നല്ല റെസിപ്പിയുമായി നമുക്ക് കാണാം. താങ്ക് യു.